ഇന്ന് ചക്ക ഉലർത്തുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ കുറച്ച് വേവിച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേദിവസം പുഴുങ്ങിയ ചക്കയാണ്. ഇത്തരത്തിൽ ചക്കപ്പുഴുക്ക് ബാക്കി വന്നാൽ അടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഉലർത്തിയെടുക്കുന്നത്. ഇന്നലെ പുഴുങ്ങിയ ചക്കയിൽ ബാക്കി വന്ന ഭാഗം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാപ്പിയുടെ സമയത്ത് ഉലർത്തിയെടുക്കുകയാണ്. അതിനായിട്ട് ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പിടി അരി ഇട്ട് കൊടുക്കാം. അരി പൊട്ടി എണ്ണയിൽ കിടന്ന് പൊരിയായി മാറാൻ തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചൂടാക്കി കട്ടകളൊക്കെ ഉടച്ച് എണ്ണയിലും കടുകിലും അരിയിലും ഇട്ട് ഇതുപോലെ ഉലർത്തിയെടുക്കണം. നല്ല മഴക്കാലത്ത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിക്കൊപ്പം ചക്ക ഉലർത്തിയതും കുറച്ച് മീൻകറിയും കൂട്ടി കഴിച്ചാൽ ഗംഭീരമായി. ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ അരി പൊട്ടിച്ചത് ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കഴിക്കുന്നത് വളരെയധികം രുചിയുള്ള ഒരു അനുഭവമാണ്. ഇനി ചക്ക ഇതുപോലെ ഉലർത്തി കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്